സംബന്ധിച്ചോളം ഇങ്ങനത്തെ പ്രവർത്തനത്തിന് ഈ അവാർഡും കിട്ടാൻ പാടില്ല. സിമ്പിൾ റീസൺ ദാറ്റ് ഇങ്ങനെ എന്നെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ യു ആർ ഫോഴ്സ്ഡ് ടു ഓൾസോ അക്നോളജ് ഒരു ക്രൂരമായ ഒരു വേൾഡ് ഇവിടെ ഉണ്ട്. ആ 4 വയസ്സ് കുട്ടി അവളുടെ സ്വന്തം അപ്പനമ്മ വിൽക്കുമ്പോ അങ്ങനത്തെ ഒരു റിയാലിറ്റിയും ഉണ്ട് ഈ ലോകത്തില്. എല്ലാ 10 നിമിഷം ഒരു കുട്ടി വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് വിൽപ്പനപ്പെടുന്നു ഈ കൺട്രിയിൽ. എവ്രി 10 മിനിറ്റ്സ്. ആ റിയാലിറ്റിയുടെ ഒരു സിമ്പിളാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ കുട്ടി 4 വയസ്സാവാം, 6 വയസ്സാവാം, 7 വയസ്സാവാം. 6 മാസം മുമ്പ് നമ്മളൊരു 8 വയസ്സ് കുട്ടീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അനാഥ കുട്ടിയാണ്. 4 വയസ്സില് അവളുടെ ചെറിയമ്മ അവളെ വിറ്റു. അടുത്ത 4 വർഷത്തില് എത്രയോ ആണുങ്ങള് ആ കുട്ടീനെ നശിപ്പിച്ചിട്ടുണ്ട്. എത്രയോ സ്ഥലം ആ കുട്ടി കണ്ടു. 8ാമത്തെ വയസ്സില് ശരീരം മനസ്സും എല്ലാം തകർന്നു പോയപ്പോ ഈ കുട്ടീനെ റെയിൽവേ ട്രാക്കില് എറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ കുട്ടീനെ കാണുമ്പോ ഈ കുട്ടിയുടെ കൊടല് മുഴുവൻ വെളിയിലാണ്. ആ അവസ്ഥയിലാണ് നമ്മൾ ഈ കുട്ടീനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഉണ്ട്. ഇതൊരു ഒരു അത്ഭുതമായ ഒരു എക്സ്ട്രോർഡിനറി കേസിലാ പറയുന്നത്. Millions of women and children are getting sold for prostitution. പ്രോസ്റ്റിറ്റ്യൂഷനിൽ വിൽപ്പനപ്പെട്ട് കഴിഞ്ഞിട്ട് അവരുടെ അവസ്ഥ എന്താണ്? ഒരു നരകം. A slavery like condition. ഇന്നത്തെ മോഡേൺ ഡേ സ്ലേവറിയുടെ ഒരു പേരാണ് സെക്സ് ട്രാഫിക്കിംഗ്. ഈ കുട്ടികളെ അവിടെ അടിച്ചിട്ട് കൊന്ന് 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 അടിച്ച് എല്ലാ ദിവസവും കൊല്ലുകയാണ്. You're killing the soul of a person. നിങ്ങൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ 10 വയസ്സായിരിക്കും, 12 വയസ്സായിരിക്കും, ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാല് അവനെ അടിക്കുക, നന്നായിട്ട് അടിക്കുക. ഒരു കുട്ടി നമ്മുടെ അടുത്ത് പറഞ്ഞ കഥയാണ്. 12 വയസ്സ് കുട്ടി എന്നെ 8 ദിവസം ഒരു മുറിയില് ബന്ധിച്ചു വെച്ച് അവിടെ ഒരു പാമ്പും വെച്ച് എല്ലാവിടെയും അടിച്ചു. വജൈന വിട്ടിട്ട് യോനി വിട്ടിട്ട് വേറെ എല്ലാവിടെയും അടിച്ചു. ടിൽ ഷീ സെഡ് നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം. ഇങ്ങനത്തെ ഒരു നരകമാണ് ഈ കുട്ടി കാണുന്നത്. അപ്പൊ നമ്മൾ രക്ഷപ്പെടുത്താൻ നമ്മൾ ആരുമില്ല. None of us are there to rescue that child. ഈ കുട്ടി ആ നരകത്തിൽ ജീവിച്ച് 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 ഒരു ദിവസം വരുന്നു, ആ നരകത്തിനെ തന്നെ അവളുടെ വിധിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. She thinks exploitation is her destiny. അടി വാങ്ങി 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 അവൾ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ വരുന്നു, ഇനി വെളിയിൽ പോയിട്ട് ഒരു കാര്യമില്ല, സമൂഹം എന്നെ അംഗീകരിക്കില്ല, എന്റെ കുടുംബം എന്നെ അംഗീകരിക്കില്ല, അപ്പൊ ഞാൻ ഈ നരകത്തിൽ തന്നെ എന്റെ ജീവിതം ജീവിച്ചോട്ടെ. 19ാമത്തെ വയസ്സ് 20 വയസ്സില് അപ്പൊ നമ്മൾ കാണുന്നു ഈ കുട്ടീനെ. അപ്പൊ ഈ കുട്ടിയുടെ പേരിൽ നമ്മൾ വേറെ ഇനിയൊരു മുദ്ര വെക്കുന്നു, ലൈംഗിക തൊഴിലാളി. മുതിർന്നു പോയ ഒരാളാണ്. ഇവർക്ക് പിന്നെ കാശിന് വേണ്ടിയിട്ട് ഇവര് ചെയ്യുന്നൊരു ആൾക്കാരാണ്. ഇവരിനെ ശരിയാക്കാൻ കിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ പെർസെപ്ഷൻസ് അബൌട്ട്. ആ കുട്ടി 10 വയസ്സിൽ വിൽപ്പനപ്പെട്ടായിരിക്കും, പക്ഷെ നമ്മൾ കാണുന്നത് 21ാമത്തെ വയസ്സ് 22ാമത്തെ വയസ്സിലായിരിക്കും. ഈ കുട്ടികളുടെ അവസ്ഥ എന്താണ്? അത്രയും നരകം കണ്ടിട്ടും ഇവരിനെ വെളിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ബ്ലോക്ക് സെക്സ് മാഫിയ അല്ല, ഏറ്റവും വലിയ ബ്ലോക്ക് ട്രാഫിക്കേഴ്സ് അല്ല, ഏറ്റവും വലിയ ബ്ലോക്ക് നമ്മളാണ്. ഈച്ച് വൺ ഓഫ് us sitting here നമ്മുടെ മെന്റൽ ബ്ലോക്സ് ആണ്. നമ്മൾ ഇവരിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സില്ല. എന്നെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് തരിക, ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ തരിക, ഒരു വലിയൊരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പേഴ്സൺ ഓഫ് ദി ഇയറോ പിന്നെ മഹിളാ ശക്തിന്നോ സ്ത്രീ ശക്തിന്നോ എങ്ങനെ എല്ലാം പേരുകൾ കൊടുക്കുക. പക്ഷെ ആ കുട്ടീനെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ? ആ കുട്ടീനെ എന്റെ മോളായിട്ട്, എന്റെ മെരിമോളായിട്ട്, എന്റെ സഹോദരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ? ആ കുട്ടിക്ക് ഒരു ജോലി കൊടുക്കാൻ നിങ്ങൾക്ക് ചങ്കുച്ചമുണ്ടോ? അവിടെ നമ്മൾ ബ്ലോക്കായി പോകുന്നു. ഇങ്ങനത്തെ അവാർഡുകൾ ശരിക്കും എന്നെ പോലെ ആൾക്ക് ഒരു അവാർഡ് ആവണമെങ്കിൽ ആ ദിവസം വരണം when we can accept each one of these children, each one of these women as our own. ആ കമ്പാഷൻ, ആ എംപതി ഏത് ദിവസം കാണിക്കുന്നു
ആ ദിവസമാണ് എന്നെ പോലെ ആൾക്ക് ശരിക്കും ഒരു അവാർഡ്. ഇന്നത്തെ എനിക്ക് ഈ അവാർഡ് കിട്ടിയത് എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരായിട്ട് ലോകത്തില് എത്രയോ ആൾക്കാർ ഈ സ്ലേവറിനെ ഫൈറ്റ് ചെയ്യാൻ എത്രയോ കഷ്ടപ്പെടുന്നുണ്ട്. എത്രയോ വളരെ ഭയങ്കര അഡ്വേഴ്സ് സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ പണിയെടുക്കുന്നത്. മാഫിയന്റെ അടി കിട്ടുന്നു, ട്രാഫിക്കേഴ്സിന്റെ അടി കിട്ടുന്നു, സമൂഹത്തിന്റെ അടി കിട്ടുന്നു. കഴിഞ്ഞ മാസം നമ്മുടെ മുകളിലൊരു വലിയൊരു മോബ് അറ്റാക്ക് ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാര് വാളും കൂത്തെടുത്ത് നമ്മളെ കൊല്ലാൻ വന്നു. കാരണം എന്താണ്? ഇങ്ങനത്തെ പെൺകുട്ടികളെ ഇവിടെ വെക്കാൻ പാടില്ല. എവിടെയാ കൊണ്ടുപോവാ ഈ കുട്ടികളെ? ഷുഡ് ഐ ടേക്ക് ദം ടു മാർസ് ഓർ വീനസ് ഓർ ജൂപ്പിറ്റർ ഓർ സംവെയർ എൽസ്? അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്ന് നമ്മളെടുത്ത് ചോദിക്കാനുള്ളത്. നമ്മൾ മനുഷ്യത്വത്തിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ, ഹ്യൂമാനിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹ്യൂമാനിറ്റി എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നു. ഏത് ദിവസം ആ ഹ്യൂമാനിറ്റി വെളിയിൽ വരാൻ തുടങ്ങും, അന്ന് നമ്മൾ ഈ കുട്ടികളെയും ഈ പെണ്ണുങ്ങളെയും നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും. ഐ ലൈക്ക് ടു താങ്ക് ഓൾ മൈ കൊലീഗ്സ് അക്രോസ് ദ വേൾഡ്. ഇത്രയും അഡ്വേഴ്സിറ്റി ആയിട്ടും അവർ ഈ ഫൈറ്റ്, ഈ സ്ലേവറിയുടെ അഗെയിൻസ്റ്റ് ഫൈറ്റ് നിരന്തരമായിട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൊലീഗ്സും എല്ലാ സഹപ്രവർത്തകർക്കും ഈ അവാർഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ അവാർഡ് ഈസ് ഓൾസോ ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി. എനിക്കറിയാം എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, എൻ്റെ അച്ഛനമ്മ ആയിക്കോട്ടെ, എൻ്റെ അനിയത്തി, എൻ്റെ ഇൻലോസ് ആയിക്കോട്ടെ, ഞാനായിട്ട് അവർക്ക് വളരെയധികം നോവുണ്ടായിട്ടുണ്ട്. അവരെല്ലാ ദിവസവും വിചാരിക്കുക അടുത്ത ദിവസം ഈ പെണ്ണുണ്ടാവോ ഇല്ലയോ, ഇവളിഞ്ഞി ജീവിച്ചിരിക്കോ ഇല്ലയോ. അതാണ് അവരെല്ലാവരുടെയും പേടി എല്ലാ ദിവസം. ആ പേടി ഇന്ന് വരെയ്ക്ക് എൻ്റെ മുമ്പ് കാണിക്കാണ്ട് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ആ അച്ഛനമ്മയ്ക്കും എൻ്റെ ഇൻലോസും എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ അമ്മായിയമ്മയ്ക്കും ഈ അവാർഡ് ഞാൻ ട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കുന്നു. ബിക്കോസ് ഒരു സാഹസികമായ പരിപാടി പറയാൻ ഭയങ്കര ഈസിയാണ്, പക്ഷെ ആ സാഹസികമായ പരിപാടിയുടെ പിന്നിൽ നിൽക്കുന്ന പല പേരുമുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട് എനിക്ക് ഞാൻ പറയുന്നത് ദൈവാനുഗ്രഹം എന്ന് പറയാം. എൻ്റെ മേഖലയിൽ ഞാൻ പണിയെടുക്കുന്ന വർക്കില് ഏറ്റവും വർസ്റ്റായിട്ട് ഞാൻ കാണുന്നതാണ് ആൺമുഖം. The worst face of humanity I see is of a man. ആ 4 വയസ്സ് കുട്ടിനെ വാങ്ങിക്കുന്ന അവൻ ഒരു ആണാണ്. He can be a father, he can be a brother, he can be our husband, he can be some man among us. So ആണുങ്ങളുടെ ഏറ്റവും വേർസ്റ്റ്, ഏറ്റവും ക്രൂരമായ മുഖം കണ്ട ഒരാളാണ് ഞാൻ. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ സ്വന്തം പേഴ്സണൽ ലൈഫില് the 3 men who have supported me have restored my faith in humanity and in myself. എൻ്റെ അച്ഛൻ ശ്രീ രാജകൃഷ്ണൻ, എൻ്റെ ഭർത്താവ് ശ്രീ രാജേഷ്, പിന്നെ എൻ്റെ വളരെ അധികം അടുത്ത സുഹൃത്തായി ലേറ്റ് ബ്രദർ ജോസ് വെട്ടിക്കാട്ടിൽ. ഈ 3 ആണുങ്ങളാണ് എനിക്ക് എൻ്റെ ഹോപ്പിന്റെ ഒരു ചിഹ്നം. Not all men are bad. Not all men are abusers. Not all men are traffickers. അതിനെ വിശ്വസിപ്പിക്കാൻ വളരെ വലിയൊരു എനർജി, പവർ തന്ന എൻ്റെ അച്ഛൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ സുഹൃത്തായിരിക്കുന്ന ബ്രദർ ജോസ് ആണ്. എനിക്ക് ഒരു സ്വപ്നമേ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു അവാർഡ് ഇനി ആർക്കും കിട്ടാൻ പാടില്ല. നോട്ട് ബിക്കോസ് വി ആർ നോട്ട് ഡിസേർവിംഗ്, ബട്ട് ബിക്കോസ് ഒരു കുട്ടി, ഒരു ഹ്യൂമൻ ബീങ്, ഒരു സ്ത്രീ വിൽപ്പനപ്പെടാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിന്റെ ആവശ്യം വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. സുനിത മാഡത്തിന്റെ ഈ വാക്കുകൾക്ക് ശേഷം സത്യത്തിൽ നമ്മൾ ആണുങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ, അത് കാരണം ഒരു സമൂഹം, തലമുറകൾ നശിച്ചു പോവാണ്. ആ ഒരു സംഗതിയെ എതിരിടാൻ സുനിത കൃഷ്ണനെ പോലുള്ള ഒരു സ്ത്രീ കാണിക്കുന്ന അവരുടെ ധൈര്യത്തിന്, അവരുടെ പ്രവർത്തനങ്ങളുടെ മുന്നിൽ തലകുനിക്കും. ഈ ലളിതമായ ഈ ചടങ്ങ് ഗംഭീരമാക്കിയ
എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും സദസ്സിലുള്ളവരും സ്റ്റേജിലുള്ളവരും ഈ ചടങ്ങ് വീക്ഷിച്ച ലക്ഷക്കണക്കിന് ഇന്ത്യ വിഷൻ പ്രേക്ഷകർക്കും ഈ സുനിത കൃഷ്ണനെ തെരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾക്ക്, ഇത് സ്പോൺസർ ചെയ്ത ഈസ്റ്റേൺ ഗ്രൂപ്പിന്, ഇതിൻ്റെ വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു കാര്യമുള്ളൂ, സുനിത കൃഷ്ണനെ പോലുള്ള ആൾക്കാരെ ഒരുപാട് ആൾക്കാരുണ്ട് സമൂഹത്തിൽ. ഒറ്റ ചില വ്യക്തികൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല. അത്തരത്തിലുള്ള ഒരു ചെറിയ ഇവരെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിന് മുമ്പിൽ സുനിത കൃഷ്ണന്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ത്യ വിഷന് കഴിഞ്ഞതിൽ ഇന്ത്യ വിഷന്റെ എല്ലാ പ്രവർത്തകരും ചരിതാർത്ഥ്യമുള്ളവരാണ്.